ഒരു നാട്ടിൽ 2 തറവാട്ടുകാരുണ്ടായിരുന്നു. അവർ തമ്മിൽ വലിയ ശത്രുതയിലുമായിരുന്നു. ശേഖരനും നീലകണ്ഠനും. അങ്ങനെ ഒരു നാൾ ഒരു ഉത്സവക്കാലത്ത് ശേഖര, എനിക്ക് ജീവിക്കണം, സ്വസ്ഥമായി ജീവിക്കണം. അതിന് തടസ്സം നിൽക്കാൻ നിന്റെ ഈ കൈകൾ ഉണ്ടാവരുത്. പരിധിക്ക് മുകളിലുള്ള പണം കൈവശം വെച്ചതിന് നിങ്ങളെ നമ്മൾ അറസ്റ്റ് ചെയ്യും. അതെന്റെ പണമല്ലെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറയും. അവനെത്തി. എന്തിനാണ് ഈ പാവ മനുഷ്യനെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്? നീ ആരാ? പേരാണ് ചോദിച്ചെങ്കിൽ കാർത്തികേയൻ, മംഗലശ്ശേരി നീലകണ്ഠൻ കാർത്തികേയൻ, MN കാർത്തികേയൻ. വി ആർ ഫ്രം എൻഫോഴ്സ്മെന്റ്. നിങ്ങൾക്ക് ഇയാളെ കൊണ്ടുപോകാൻ കഴിയില്ല. എൻഫോഴ്സ്മെന്റ് എന്ന് വെച്ചാൽ വഴി പോകുന്ന സാധാരണ ആൾക്കാരെ പിടിച്ചു വെക്കുന്നതാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ വാ, ഇനി ആരും നമ്മളെ ഒന്നും ചെയ്യില്ല. ആ ശേഖരനില്ലേ പഴയ പ്രവൃത്തികൾ പിന്നെയും തുടങ്ങിയിട്ടുണ്ട്. എന്താടോ അയാൾ നന്നാവാത്തത്? രാമുവേട്ടന് തീരെ സുഖമില്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നാണ് തോന്നുന്നത്. ശേഖരൻ്റെ ഹോസ്പിറ്റൽ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്, അവിടേക്ക് പോയി നോക്കാം. ആരാണ് ഇവർക്കെല്ലാം ഇവിടെ ചികിത്സ കൊടുത്തത്? താൻ എന്താടോ നന്നാവാത്തത്? ഇപ്പോഴും മനസ്സിൽ പകയും വിദ്വേഷവുമോ? നിന്റെയും നിന്റെ മകനെയും ഒന്നും മര്യാദയ്ക്ക് ജീവിക്കാൻ വിടൂല. പിന്നിട്ട വഴികളിലെന്നോ കാലിൽ തെറിച്ച മുള്ളാണ് നീ ശേഖര. ആ മുള്ളിന് ഇനിയും എന്നെ കുത്തി നോക്കിപ്പിക്കാനാവില്ല ശേഖര. വഴിമാറടാ മുണ്ടക്കൽ ശേഖര. ആ ഹോസ്പിറ്റലിൽ ചികിത്സ കിട്ടാ എന്ന് ഇവിടെ വേറെ ഹോസ്പിറ്റലും ഉണ്ടല്ലോ, നമുക്ക് അവിടെ പോകാം. നിങ്ങൾ എന്തേ ഒന്നും മിണ്ടാത്തത്? കാർത്തികേയ, രാമുവേട്ടൻ മരിച്ചു. രാമുവേട്ടൻ ചികിത്സയില്ലാത്ത ഹോസ്പിറ്റലൊന്നും ഇവിടെ വേണ്ട. ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റീനോ? ആ കാർത്തികേയൻ എന്താ ശിക്ഷ എന്ന് വെച്ചാ നീ കൊടുക്കണം. നീ ഇന്നലെ ആ ആശുപത്രി തകർത്തല്ലേ? എന്തായാലും നീ എന്തിനാ ആ ശേഖരൻ്റെ പാവം അനിയനെ കൊന്നത്? സത്യമായിട്ടും ഞാനത് മനഃപൂർവ്വം ചെയ്തതല്ല, അങ്ങനെ ഒരു ഉദ്ദേശവും എനിക്കുണ്ടായിരുന്നില്ല. ഒരു കോള് വരുന്നുണ്ടല്ലോ. ഞാനാണ് മുണ്ടക്കൽ രാജേന്ദ്രൻ. എനിക്ക് തരാൻ വേണ്ടി കുറച്ച് സാധനങ്ങളുണ്ട്. നീ വേഗം ഈ ഹൈവേയിലേക്കൊന്ന് വാ. നീ വാടാ. ആരാ? രാജേന്ദ്രനാണോ? അതെ, അവനോട് പറഞ്ഞേക്ക് വീണ്ടും എന്നെ മുണ്ടുമടക്കി കുത്തിക്കരുതെന്ന്. നീ എന്താടാ വിചാരിച്ചത്? നിന്നെ തല്ലിക്കാൻ ഞാൻ രാജേന്ദ്രനെ വിടുമെന്നോ? ഞാൻ തന്നെ നേരിട്ട് വരും. പണ്ട് നീലകണ്ഠൻ കൈവെട്ടിയതൊക്കെ ഞാൻ എന്നെ ശരിയാക്കി. അതിനു വേണ്ടിയാടാ ഞാൻ ഒരു ഹോസ്പിറ്റൽ തുറന്നത്. നീലകണ്ഠൻ പണ്ട് എന്നെ കൊല്ലാതെ വിട്ടത് തെറ്റായിപ്പോയി. പക്ഷേ ഞാൻ ആ തെറ്റ് ഞാൻ ചെയ്യില്ല.
എന്താ ഭരതാ? കാർത്തികേയനെ ശേഖരൻ കൊന്നു. ഇന്ന് കുറേ കാലം ഞാൻ കൊണ്ടു നടന്ന എൻ്റെ തോക്ക് ഇന്ന് ഉപയോഗിക്കേണ്ടി വന്നു ആ ശേഖരനെ കൊല്ലാൻ. ശേഖരാ! നീലകണ്ഠ, നീ വന്നല്ലേ? നീ വരുമെന്ന് എനിക്കറിയായിരുന്നു. ഇതാ ഈ വടീനെ കൊണ്ടാണ് ഞാൻ നിൻ്റെ മോൻ കാർത്തികേയനെ കൊന്നത്. അതേപോലെ കൊണ്ട് നിന്നെയും കൊല്ലും. അവിടെ ഇട്ടിട്ടാണ് ഞാൻ അവനെ കത്തിച്ചത്. പണ്ട് നീ കുഞ്ഞനന്ദനെ കൊന്നപ്പോൾ നിന്നെയൊന്നും ചെയ്യാതിരുന്നതും നിന്നെ കൊല്ലാതെ വിട്ടതും നീലകണ്ഠൻ്റെ കഴിവുകേടായി കാണരുത് നീ ശേഖരാ. ഇപ്പോൾ ഇതാ പഴയ നീലകണ്ഠൻ നിന്റെ മുമ്പിൽ വന്നിരിക്കുന്നു. നീ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. ധൈര്യമുണ്ടെങ്കിൽ വാടാ. ഉണ്ടക്കൽ എടാ ചെറിയ ചക്ക, നീയൊന്നും എൻ്റെ അത്ര എത്തിയിട്ടില്ലടാ. പകയും വിദ്വേഷവും നിന്റെ മനസ്സിൽ പണ്ടേ ഉള്ളതാണെന്ന് എനിക്കറിയാം. അത് ഞാനിന്ന് അവസാനിപ്പിക്കും. നീലകണ്ഠ, ഇതിനെ കൊണ്ട് ഞാൻ നിന്റെ മോനെ കൊന്നതുപോലെ തന്നെ നിന്നെയും കൊല്ലാൻ പോവുകയാണ്. ശേഖരാ, എനിക്ക് ജീവിക്കണം, സ്വസ്ഥം ജീവിക്കണം. അതിന് തടസ്സം നിൽക്കാൻ നീ ഉണ്ടാവരുത്. അങ്ങനെ ഈ യുദ്ധം അവസാനിച്ചു. ഇനി നീലകണ്ഠൻ തനിച്ച്. മനസ്സിൽ നീ എപ്പോഴും മന്ത്രാനുഭൂതിയാം മഞ്ഞിന്റെ വൽക്കലം പുതച്ചിരുന്നു. തുടിയായി ഞാൻ ഉണരുമ്പോൾ ഇടനെഞ്ചിൽ നീ എന്നും ഒരു രുദ്രതാളമായി ചേർന്നിരുന്നു. താണ്ഡവമാടും മനസ്സിലെ ഇരുൾ കാറ്റിന്റെ കണ്ണീരിൽ മുത്തുന്നതാറ് കാതോരം പാടാൻ പാട്ടൂരം കാതോരം പാടാൻ പാട്ടൂരം